ഗുരുവായൂരിലേക്കാണ് പോകുന്നത്. ചിങ്ങം 1 പുതുവർഷപ്പിറവി ദിവസം കൂടിയായിട്ടാണ് ഓരോ മലയാളിയും കണക്കാക്കുന്നത്. ഈ ചിങ്ങപ്പുലരിയിൽ കണ്ണനെ ഒരു നോക്ക് കാണാനായി ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന മഞ്ജുലാൽ തരമേളം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളും ഇന്ന് ആരംഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രാജു ഗുരുവായൂർ ചേർന്നുണ്ട് ഗുരുവായൂരിൽ നിന്ന്. രാജു, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം 1 അതിൻ്റെതായ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, വളരെ പ്രത്യേകത നിറഞ്ഞ ചില പരിപാടികൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. ായിട്ടാണ് ഓരോ മലയാളിയും കണക്കാക്കുന്നത്. ഈ ചിങ്ങമാസ പുലരിയിൽ കണ്ണനെ ഒരു നോക്ക് കാണാനായി ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വിവാഹങ്ങളും ഇന്ന് ക്ഷേത്രനടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 156 വിവാഹങ്ങൾ ബുക്കിംഗ് ആയിട്ടുണ്ട്. വരും സമയങ്ങളിൽ അത് കൂടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. കർക്കിടക മാസത്തിൽ പൊതുവെ വിവാഹങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വിവാഹ തിരക്കേറുന്ന ദിവസങ്ങളാണ് ഇനി ഗുരുവായൂരിൽ ഉണ്ടാവാൻ പോകുന്നത്. ചിങ്ങമാസത്തിലെ ഏറ്റവും കൂടുതൽ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ 200 മുതൽ 300 വിവാഹങ്ങൾ വരെ കഴിഞ്ഞ വർഷം നടന്നിരുന്നു. ഈ വർഷവും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. ഓരോ വർഷവും കണ്ണന്റെ മുന്നിൽ താലി കെട്ടി പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദമ്പതിമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുകൂടാതെ ക്ഷേത്ര നഗരിയും ചിങ്ങത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ഏകാദശിക്ക് മുമ്പായി നടന്നു വരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മനാടായ പാലക്കാട് കോട്ടായിൽ ചെമ്പൈ ഗ്രാമത്തിൽ വെച്ച് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. കോഴിക്കോട് തളി ക്ഷേത്രം, തൃശൂർ റീജിയണൽ തിയേറ്റർ, വൈക്കം മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാൾ എന്നിവിടങ്ങളിലാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത്. കൂടാതെ ഗുരുവായൂർ ചിങ്ങം 1 100ഓളം വാദ്യ കലാകാരന്മാർ ചേർന്ന് അതിഗംഭീരമായ മഞ്ജുലാത്തറ മേളവും ഇന്ന് രാവിലെ 10 മണിയോടെ ആരംഭിക്കും. ചിങ്ങമാസം പിറന്നതോടെ സാംസ്കാരിക പരിപാടികൾക്കും ഇല്ലനിറ തുടങ്ങി ഭക്തി നിർഭരമായ ചടങ്ങുകൾക്കും ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ദേവിക. ശരി രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ വിവാഹത്തിന്റെ ദിവസങ്ങൾ കൂടിയാണ്. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ നിരവധി വിവാഹങ്ങൾ നടക്കുന്ന ഒരു മാസം കൂടിയാണ്. അത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പേർ അവിടേക്ക് എത്തുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കിട്ട ദിവസങ്ങൾ തന്നെയാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാരൂപങ്ങൾ അല്ലെങ്കിൽ അത്തരം പരിപാടികൾ കൂടി ഇനിയുള്ള ദിവസങ്ങൾ കൂടുതലായി അരങ്ങേറുമെന്ന് കൂടി പറയേണ്ടി വരും.